പ്രയർ സ്റ്റാർട്ട് ചെയ്തോ? ഓക്കെ. ഇവിടെയും എവിടെയും ഒരുപോൽ വിളങ്ങും ഭുവനേശ്വരൻ ഞങ്ങൾക്കു വഴി കാട്ടിയാലും ഒരു ജാതി ഒരു മതം ഒരു തറവാടായി പുലരുവാൻ ഞങ്ങളിൽ കനിയണമേ. നന്മയ്ക്കായി എന്നും പണി ചെയ്യാൻ ഞങ്ങൾക്കു ശക്തി തന്നാലും പരിശുദ്ധ സ്നേഹത്തിൻ ചെടിയിൽ വിടർന്ന നറുമാലർ പോൽ ഞങ്ങൾ കഴകിയാലും ഇസ്ലാമും ഹിന്ദുവും ക്രിസ്ത്യാനുമെല്ലാം ഇന്നാട്ടിൽ ഒന്നെന്ന സത്യത്തെ കാൺമാൻ അല്ലാവായി ദൈവമായി യേശുവായി വിശ്വം ഭരിക്കും അങ്ങെന്നു ഞങ്ങൾക്കു ശക്തി തന്നാലും. താങ്ക് യു മിസ്. Thoughts. Education is not the learning of facts, but the training of the mind to think. ആൽബർട്ട് ഐൻസ്റ്റീൻ. വിദ്യാഭ്യാസം എന്നത് വസ്തുതകളുടെ പഠനമല്ല, മറിച്ച് ചിന്തിക്കാനുള്ള മനസ്സിന്റെ പരിശീലനമാണ്. താങ്ക് യു. എന്തൊക്കെയുണ്ട്? സൈനും പറഞ്ഞോട്ടെ. Hello, good afternoon, everyone. We can start our class with a small rhyming song, or evergreen and our favorite kids song. Okay? Okay. 1 second. Wheels on the bus go round and round, round and round. The wheels on the bus go round and round, on through the town. The signals on the bus go bling, 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 bling. The signals on the bus go bling, 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 on through the town. The wipers on the bus go swish, 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 swish. The wipers on the bus go swish, 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 on through the town. The horns on the bus go beep, 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 beep. The horns on the bus go beep, 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 on through the town. The motor on the bus go vroom, 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 vroom. The motor on the bus go vroom, 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 on through the town. The door on the bus go open and shut, open and shut, open and shut. The door on the bus go open and shut, on through the town. The wheels on the bus go round and round, round and round. Thank you. So welcome every one of the class and Miss Adra Miss to our to join our class, and this is me signing on, Manisha Ragesh. വെരി ഗുഡ്, വെരി 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 സൂപ്പർ ആയിട്ട് കേട്ടോ. Thank you, Miss. അപ്പൊ നമുക്ക് ഇപ്പൊ മനീഷയുടെ ഈ ഒരു ഡ്രൈവിംഗ് കേട്ടപ്പോ തോന്നിയ ഒരു ഐഡിയ ആണ്, ഈ സ്ഥലങ്ങളിൽ നിങ്ങൾ ടോട്ടൊക്കെ പറയുന്നതിലും ഭേദം ഇടക്ക് ഇങ്ങനെ നിങ്ങളുടെ ഡ്രൈവിംഗ് ഇങ്ങനെ ക്യാമറ ഓൺ ചെയ്ത് അവതരിപ്പിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ആരുടെ പേരൊന്നും പറയുന്നില്ല, ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ആക്ഷൻ റൈംസ് ചെയ്യും. ഓക്കെ ഓക്കെ മിസ്. ആരാടാ ഈ മനീഷ? ഈ ക്ലാസ്സിലുള്ള ആളാണോ? ഞാനിപ്പോ ഞാൻ കണ്ടിട്ടില്ല. ആണോ മനീഷ? മിസ്സേ, ഈ ക്ലാസ്സില് നല്ല നല്ല എന്താ പറയാ കഴിവുകളൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ ഇല്ല, ആരും പുറത്തു തന്നില്ല. പ്രത്യേകിച്ച് സൈൻ ഇൻ ചെയ്യാൻ ആരും വരില്ല. മനീഷ ഈ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ? ഉണ്ട്. ഞാൻ 2 മാസമായിട്ട് ക്ലാസ്സില് റെഗുലർ ആയിട്ട് ഉണ്ടായിരുന്നില്ല.
മോൻ ഹോസ്പിറ്റലിലായിരുന്നു, പിന്നെ അനിയൻ ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. അപ്പൊ ക്ലാസ് അങ്ങനെ അറ്റൻഡ് ചെയ്യാൻ പറ്റാറുണ്ടായിരുന്നില്ല. ഇപ്പൊ ഞാന് ഓക്കെ ആയിട്ട് വന്നു, അപ്പൊ എനിക്ക് വയ്യാണ്ടായി. ഓക്കെ, നന്നായിട്ട് അവതരിപ്പിച്ചിട്ടോ. മനുഷ്യക്ക് തന്നെ ചിരി വരുമായിരുന്നു അവതരിപ്പിച്ചിട്ട്. താങ്ക് യു. ഭയങ്കര പ്ലസന്റ് ആയിട്ട് അവതരിപ്പിച്ചു, നന്നായിട്ടുണ്ട്. ഇത് സ്കൂളില് പ്രാക്ടീസിന് പോകുന്ന സമയത്ത് ചെയ്യിപ്പിക്കാൻ കുട്ടികളെ കൊണ്ട് കേട്ടോ. ഓക്കെ മിസ്. മിസ്സിനെ അറിയാം, ഞങ്ങള് രഹസ്യമായിട്ട് പാട്ടൊക്കെ പഠിക്കുന്നുണ്ട്. പാട്ട് പിന്നെ വീഡിയോ ഒക്കെ ഓൺ ചെയ്തിട്ട് ഞങ്ങള് പാട്ടൊക്കെ പഠിക്കുന്നുണ്ട്. രഹസ്യമാണ്, പരസ്യമായിട്ടില്ല. എന്ത് പാട്ടാ പഠിക്കണേ? ഞങ്ങളിപ്പോ 2 പാട്ട് പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് 3ാമത്തെ പാട്ട് പഠിച്ചോണ്ടിരിക്കുക. നല്ല രസാ. ആക്ഷൻ സോങ് മിസ്, കുറച്ച് വൈകി വരാൻ. ആക്ഷൻ സോങ് തന്നെ, ആക്ഷൻ സോങ്. അതിന് വേണ്ടിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിലെല്ലാരും വന്നിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ അതിൽ വീഡിയോ ഇടുന്നുണ്ട്. ആദ്യം കുറച്ച് മടിയായിരുന്നു, ഇപ്പൊ കുറച്ച് പേരൊക്കെ ആയി തുടങ്ങി വീഡിയോ. പ്രാക്ടീസ് പോലെ ചെയ്യുന്നതാണോ? ആദ്യത്തെ പാട്ടിന് അങ്ങനെ അത്ര പേരുണ്ടായിരുന്നില്ല. 2ാമത്തെ പാട്ടിന് കൊറേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കൊക്കെ വളരെ സന്തോഷായി. പിന്നെ ഇനി 3ാമത്തത് പഠിക്കുന്നുണ്ട്. ഇതിന്റെ കോർഡിനേഷൻ ഫുള്ള്, അതായത് ഇതിന്റെ തലവൻ വന്നിട്ട് സഫിയാണ്. സഫിയ സുബൈർ. നന്നായി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഈ റൈറ്റ്സ് മാത്രമല്ലാതെ സ്പീച്ച് ഒക്കെ പറയാൻ പഠിക്കുക കേട്ടോ. ഇതിൽ ടോപ്പിക്സ് ഒക്കെ കൊടുത്ത് പറയാൻ അങ്ങനെ പഠിക്കുക. ആ ടീച്ചർ ആദ്യം തന്നെ, പിന്നെ അവസാനം ഇതുപോലെ സഫിയ തന്നെ ടോപ്പിക് ഇട്ടിട്ട് എല്ലാരും കേരളത്തിനെ പറ്റി അങ്ങനെ മദർ അങ്ങനെ ഓരോ ടോപ്പിക് കൊടുത്തിട്ട് എല്ലാരും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പിലൊക്കെ. ഓക്കെ, യെസ്. ജിഷ കേറിയിട്ടില്ലേ ക്ലാസ്സില്? ഉണ്ട് മിസ്, ഉണ്ട്. ഇല്ല, ഓക്കെ ആയിട്ടില്ല മിസ്. ഇപ്പോഴും റെസ്റ്റിൽ തന്നെയാണ്. ഇനി കുറച്ച് ദിവസം കൂടെ എടുക്കും. പ്ലാസ്റ്റർ കഴിച്ചിട്ടില്ല. അതിന് ശേഷം പ്ലാസ്റ്റർ കഴിച്ചതിന് ശേഷം ഒന്ന് നടന്ന് പഠിക്കണം. ഞങ്ങളുടെ ടീച്ചേഴ്സ് എല്ലാവരും ഒരു പ്രാക്ടീസിലായിരുന്നു. നമുക്കിവിടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒരു കോഴ്സ് നമ്മളിവിടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അവിടുത്തെ HA എന്ന് ഉദ്ദേശിക്കുന്ന ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നമ്മൾ ഷോർട്ടായിട്ട് പറയുന്നത്. അപ്പൊ HA5 വരെ പാസ്സായി പോയി, എക്സാം ഒക്കെ കഴിഞ്ഞു. വേറെ കൺവോക്കേഷൻ സെറിമണിയാണ് ഇവിടെ. ഗ്രാജുവേഷൻ സെറിമണി ഇല്ലേ, മനസ്സിലായില്ലേ? ഓൺലൈൻ അല്ലേ? മനസ്സിലായി. ഓൺലൈൻ ആണ്, ഇതെല്ലാം ഓൺലൈൻ ആണ്. അപ്പൊ അവരുടെ പ്രോഗ്രാം ഒന്നും ഇവിടെ നടത്തുവാണ് കിട്ടിയിട്ടില്ല. അപ്പൊ ടീച്ചേഴ്സിന്റെയും സ്റ്റാഫിന്റെ ഒക്കെ പ്രോഗ്രാംസ് വെച്ചിട്ടുണ്ട്. ഡാൻസ് പ്രാക്ടീസിലൊക്കെ ആയിരുന്നു ഞങ്ങള് 2-3 ദിവസമായിട്ട് ഇപ്പൊ അതിന്റെ ബന്ധത്തിലാണ് എല്ലാവരും. അപ്പൊ എവിടെ വെച്ചിട്ട് നടത്തുന്നത്? കോളേജിൽ വെച്ചിട്ടാ? നമ്മുടെ ഓഫീസില്, നമ്മുടെ മെയിൻ ഹെഡ് ഓഫീസിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം. അത് വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്, അതിന് മുകളില് ഒരു ഓഡിറ്റോറിയം ഉണ്ടായിരുന്നു. അവിടെ വെച്ചാണ് പ്രോഗ്രാംസ് നടത്തുന്നത്. ഇവിടെ നമ്മുടെ ക്ലാസ് മുറിയുടെ ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട്, അവിടെ എല്ലാവരും കൂടി പ്രാക്ടീസ് ചെയ്യും. നല്ല രസമാണ് അവിടെ. അപ്പൊ മിസ്, ഞങ്ങളുടെ കോഴ്സ് കൂടെ കഴിയുമ്പോ നമുക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റില്ലേ നമുക്കും ഇതുപോലെ? ഇങ്ങനത്തെ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാനോ? അതെ, നമ്മുടെ ഇതെല്ലാം കോഴ്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷം. നിങ്ങൾക്ക് പ്രാക്ടിക്കൽ സെഷൻ ഉണ്ട്, ഞാൻ പറഞ്ഞിരുന്നോ നിങ്ങളോട്? അത് ഞാൻ കേട്ടിട്ടില്ല. ആരെങ്കിലും കേട്ടിട്ടുണ്ടോന്ന് എനിക്കറിയില്ല പ്രാക്ടീസ് സെഷനെ കുറിച്ച്. പ്രാക്ടിക്കല് നിങ്ങളുടെ ചെയ്ത വർക്കുകൾ, റെക്കോർഡ്സ് കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യുന്ന ഒരു ദിവസം. അതിപ്പോ ഫസ്റ്റ് ബാച്ചിന്റെ കൂടെ കഴിഞ്ഞ ദിവസം നിങ്ങൾ വീഡിയോസ് ഉണ്ടായിരുന്നു ഗ്രൂപ്പില്. അവർ 1 വർഷം ഒരുമിച്ച് ഓൺലൈനിൽ പഠിച്ചിട്ട് 1 വർഷം കഴിഞ്ഞപ്പോഴാണ്, 1 വർഷം ആ സമയത്താണ് ഇപ്പൊ അവര് കണ്ടത് എല്ലാവരും. ആദ്യമായിട്ടാണ്, എല്ലാ കുട്ടികളും ഉണ്ടായിരുന്നു. അപ്പൊ കാണാനൊരു അവസരം ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു ചാൻസ് വരുന്നുണ്ട് എല്ലാവർക്കും. മിസ്, അപ്പൊ ഞങ്ങൾ എറണാകുളം വരണം?
എല്ലാവരും ദൂരെയാണെന്നൊക്കെ അറിയാം. പക്ഷെ നോക്കാം എങ്ങനെയാണ് കേട്ടോ. പക്ഷെ ആ കുട്ടികൾ എല്ലാവരും അതെ പല ഡിസ്ട്രിക്റ്റിൽ നിന്നായിരുന്നു എല്ലാവരും വന്ന് കണ്ടക്ട് ചെയ്തു പ്രാക്ടിക്കൽ സെഷൻ. എല്ലാവരും നിങ്ങൾ വീഡിയോയിൽ കണ്ട പോലെ തന്നെ എല്ലാവരും ഹാപ്പി ആയിരുന്നു. അവർക്ക് തന്നെ പരസ്പരം കണ്ടിട്ട് അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇത്രയും നാളും പല ജില്ലയിൽ ഇരുന്ന് ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് ആ ഒരു സൗഹൃദം ഉണ്ടായിരുന്നല്ലോ ഒരു വർഷത്തോളമുള്ള. അപ്പൊ അതൊന്ന് നേരി കാണാൻ പറ്റിയ ഒരു സന്തോഷം അവർക്ക് ഉണ്ടായിരുന്നു. പിന്നെ ടീച്ചേഴ്സിനെ കാണാൻ പറ്റി സംസാരിക്കാൻ അങ്ങനെ അതൊക്കെ ഓരോ ബാച്ചിലും ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഫസ്റ്റ് ടൈം ആണിത്. ഫസ്റ്റ് പ്രോഗ്രാം ആണ് ഇങ്ങനെ ഗ്രാജുവേഷൻ സെറിമണി നടത്തുന്നത്. അതിന്റെ പരിപാടികളൊക്കെ ആയിരുന്നു. ഡാൻസിനുണ്ടോ? ഗ്രൂപ്പ് ഡാൻസ് ആണ്. പിന്നെ ഗ്രൂപ്പ് ഡാൻസ് അതെല്ലാം കളിക്കും. ഡാൻസ് കളിക്കും, നാടകം കളിക്കും, റോൾ പ്ലേ കളിക്കും, സ്ക്രിപ്റ്റ് എഴുതും. പിന്നെന്താ പാട്ട് പാടുമോ? പാട്ട് പാടും. പിന്നെന്താ വേണ്ടത് അതൊക്കെ ചെയ്യാൻ പറ്റും. ഓൾറൗണ്ടർ ആണല്ലേ? സകലകലാ വല്ലഭയാണ് പോലെ. ടീച്ചറായതുകൊണ്ട് നമ്മളൊക്കെ ചെയ്യുന്നത് അല്ലേ? വീഡിയോസ് ഉണ്ടെങ്കിൽ വിട്ടുതരണം കേട്ടോ മിസ്സേ. എന്താണ് വീഡിയോസ്? വീഡിയോസ് മിസ് ഏതേലും സ്കൂളിൽ പഠിപ്പിക്കാൻ പോകുന്നുണ്ടോ? സ്കൂളില് അങ്ങനെ? ഞാന് 3 years സ്കൂളിലായിരുന്നു. സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന ആളാണ്. ഇപ്പൊ ഒരു 6 മാസമായിട്ട് ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. സ്കൂളിൽ നമ്മൾ ഹൈസ്കൂളിലായിരുന്നു 9th 10th പഠിച്ചിരുന്നത്. ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ. മിസ് ബി.എഡ് ആണോ? ബി.എഡ് പഠിച്ചിട്ട് പിന്നെ ബി.എഡ് ആണ്. അതാണ് ഞാൻ ക്ലാസ്സിലെ എക്സ്പീരിയൻസ് ഒക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ അവിടെ നിൽക്കുന്ന പോലെ തന്നെ നിങ്ങളോട് സംസാരിക്കണം. സ്കൂള് വേറൊരു അനുഭവമാണ്. നിങ്ങൾക്ക് പോകുമ്പോൾ മനസ്സിലാവും കേട്ടോ. പക്ഷെ എനിക്ക് ആദ്യം വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒറ്റ കസേരയിലേക്ക് ഇരുന്ന് ക്ലാസ്സുകൾ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമ്മുടെ ഒരു ഹോൾ ക്ലാസ്സിൽ നടക്കുന്ന പോലെ അല്ലെങ്കിൽ കുട്ടികളോട് സംസാരിക്കുന്ന പോലെ ഒന്നും പറ്റില്ലായിരുന്നു. പക്ഷെ അത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അങ്ങനെയാണ്. ഞാൻ എച്ച് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ മോണ്ടിസോറിൽ നമുക്കൊരു സമാധാനം. നിങ്ങളൊക്കെ എന്റെ മുമ്പിൽ ഇരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്ത് സംസാരിക്കുന്നേക്കാം. അപ്പൊ ഞാൻ സ്കൂളിൽ എങ്ങനെയാണോ സംസാരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളോട് സംസാരിക്കും. താങ്ക് യു. ഇതെല്ലാം മോണ്ടിസോറി ബാച്ച് അതേട്ടോ. നമ്മുടെ 8th ബാച്ചിൽ കുട്ടികൾ നല്ല അടിപൊളിയാണ്. മോണ്ടിസോറി നിങ്ങളൊക്കെ രസ്ന പിന്നെന്താണ് പേരൊന്നും അറിയില്ല. പക്ഷെ നല്ല രസ്നയൊക്കെ വേറെ ഗ്രൂപ്പ്, വേറെ MT ഫസ്റ്റോ സെക്കൻഡോ അങ്ങനെയൊക്കെയാണ്. പക്ഷെ നല്ല സ്നേഹമുള്ള കുട്ടികളാണ്. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ക്ലാസ്സിൽ 65 പേര് കൂടുതലല്ല. പക്ഷെ 65 പേര് റെഗുലർ ക്ലാസ് അറ്റൻഡ് ചെയ്യുകയും എന്ത് ചോദിച്ചാലും ഒപ്പം പെട്ടെന്ന് നമുക്ക് ആൻസർ ചെയ്യും. ഭയങ്കര അവര്. പക്ഷെ എല്ലാവരും നിങ്ങളൊക്കെ കാര്യം മനസ്സിലാക്കണം. മിക്ക സ്റ്റുഡൻസും 15 വർഷം 17 വർഷമൊക്കെ ഗ്യാപ്പ് ഇട്ട് വന്ന ആൾക്കാരാണ്. കല്യാണം കഴിഞ്ഞ് മക്കളും മരുമക്കളുള്ള ആൾക്കാർ വരെ ഉണ്ട്. കൊച്ചു മക്കളുള്ളവര് അങ്ങനെ. പക്ഷെ എന്താണെന്നറിയില്ല, ഒരു പ്രത്യേക മൂഡാണ് ആ ക്ലാസ്സില്. നമുക്ക് ആകെ ഒരു ദിവസം ക്ലാസ് എടുക്കുന്നത് എല്ലാ ടീച്ചേഴ്സിനും ആണ് ഭയങ്കര ഇഷ്ടമാണ്. എന്ന് പറയാൻ ബാച്ചില്. അപ്പൊ പലരും പല ഡിസ്ട്രിക്റ്റിലാണ്. പുറത്തൊക്കെ ഉള്ള കുറെ കുട്ടികളുണ്ട്. 1-2 പേര് മാത്രം +2 കഴിഞ്ഞ കുട്ടികളുണ്ട്. +2 ബാക്കി എല്ലാവരും 8th ആണ്. പിന്നെ പാലക്കാട്, തമിഴ്നാട്ടിൽ നിന്ന് ഒരു കുട്ടിയുണ്ട്. പക്ഷെ പാലക്കാട് പോകുന്നു. കുട്ടി തമിഴിൽ സംസാരിക്കും. അങ്ങനെ നല്ല രസമാണ് അത്. നിങ്ങളെ പോലെ തന്നെ മറ്റൊരു വൈബുള്ള കുട്ടികളാണ് അവര്. എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടാണോ കയറിയത്? അല്ല മിസ്സേ, എല്ലാവരും അല്ല. സ്ട്രെങ്ത് കുറവാണോ? ഇപ്പൊക്കെ 6 പേരുള്ളൂ. അതിൽ നീ കൂടുതൽ ഉണ്ടാവണ്ടേണല്ലോ. ഇന്നലെ ഇത്ര കൂടി ഇല്ലായിരുന്നു മിസ്സേ. എന്ത് പറ്റി നിങ്ങൾക്ക്? കുറെ പേര് ഇന്റേൺഷിപ്പിന്, കുറെ പേരാണോന്നറിയില്ല, ഇന്റേൺഷിപ്പിന് പോകുന്നവരുണ്ട് അറിയാം. അത് എത്ര പേരാന്നൊന്നും അറിഞ്ഞൂടാ. നിങ്ങൾ തമ്മിൽ പറയില്ലേ പോകുന്ന കാര്യമൊക്കെ? പറയും ഇന്റേൺഷിപ്പിന്. ഇപ്പൊ കരുണ എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി ഇന്റേൺഷിപ്പിന് പോകും. പിന്നെ ഒരു കുട്ടിയുടെ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചുപേര് ടീച്ചേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട് നമ്മുടെ ഇതില്. പിന്നെ ഇന്റേൺഷിപ്പിന് പോണവര് ഒരു 5-6 പേരൊക്കെ ഇന്റേൺഷിപ്പിന് പോയിട്ടുണ്ട്. ഇനി പറയാതെ ആരെങ്കിലും ഉണ്ടോന്ന് അറിയില്ല.
എല്ലാരും ഗ്രൂപ്പിൽ അങ്ങനെ പറയാറില്ല, കുറച്ചു പേരൊക്കെ പറയുള്ളൂ. എനിക്ക് സ്ട്രെങ്ത് കുറവായിരുന്നു. ഞാൻ സൈക്കോളജി എടുക്കാന്ന് ഓർത്താണ് വന്നത്. പക്ഷെ അപ്പൊ തീരാനുണ്ട്. ഒരു ആക്ടിവിറ്റി ഉണ്ടായിരുന്നു മിസ്. ചെയ്തായിരുന്നോ? ചെയ്തു മിസ്സേ. വാട്ട് ആർ ദ 4 stages ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെന്റ്? വായിക്കാവോ? ആക്ടിവിറ്റി വായിക്കട്ടോ, മറന്നുപോയി. ആരാ ഓർമ്മിപ്പിച്ചത്? ദിവ്യാണോ? What are the 4 ദിവ്യാണ് main പറഞ്ഞത്. stages of language development? വായിച്ചോളൂ. ഞാൻ പറയട്ടെ, ചെറുതായിട്ട് തന്നെ എഴുതിയിട്ടുള്ളൂ, സഫിയ എന്നാലും ഞാൻ പറയാം. പറഞ്ഞിട്ടാണ് സഫിയ പറഞ്ഞത്. ഓക്കെ. ലാംഗ്വേജ് ഡെവലപ്മെന്റ് എങ്ങനെ? എഴുതിയവർ വായിക്കൂ. വായിച്ചോളൂ. ഓക്കെ വായിക്കാം. ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ 4 ഘട്ടങ്ങളാണ്. അതിൽ ഒന്നാമത്തെ ഘട്ടമാണ് പ്രീ സ്പീച്ച് സ്റ്റേജ്, അതായത് പ്രീ ലിംഗ്വിസ്റ്റിക് സ്റ്റേജ് എന്ന് പറയും. ഇതില് ചിൽഡ്രൻസ് മേക്ക് സൗണ്ട് ലൈക്ക് കൂയിങ് ആൻഡ് ബബ്ലിംഗ് ബട്ട് ഡോണ്ട് ഹാവ് ലാംഗ്വേജ് സ്കിൽ എച്ച്. അതായത് അവർക്ക് ലാംഗ്വേജ് സ്കിൽ ഉണ്ടാവില്ല, എന്നാലും അവർ പലതരത്തിലുള്ള സൗണ്ടുകൾ ഉണ്ടാക്കും. കുട്ടികൾ പലതരത്തിലുള്ള സൗണ്ട് ഉണ്ടാക്കും, കരയുകയും ചിരിക്കുകയും കൂകുകയൊക്കെ ചെയ്യും. പിന്നെ ബബിൾസ് പുറത്തു വരുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ഈ സ്റ്റേജ് യൂഷ്വലി ഒരു 6 to 7 month ആണ് പറയുന്നത്. ഈ സ്റ്റേജിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഒന്നാമത്തത് ബബ്ലിങ്, അതായത് മേക്ക് നോയ്സ്, സൗണ്ട് ഒക്കെ ഉണ്ടാക്കുക. 2 കൂയിങ്, അതും അതേപോലെ സൗണ്ട് ഉണ്ടാക്കുന്നതാണ്. 3ാമത്തത് ക്രൈയിങ്, പിന്നെ ഗെസ്ചർ ഡെവലപ്മെന്റ്, ഐ കോണ്ടാക്ട്, കണ്ണ് നോക്കിയിട്ടുള്ള ആക്ഷൻ ഒക്കെ. ചെറിയ കുട്ടികൾ കണ്ണിലല്ലേ നമ്മള് എന്താ പറയാ, അവര് അധികം സംസാരിക്കാനൊന്നും അറിയില്ലല്ലോ, സൗണ്ട് ഉണ്ടാക്കും, ആക്ഷൻസ് ഒക്കെ നോക്കിയിട്ടിരിക്കും. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഒന്നാമത്തെ സ്റ്റേജിൽ വരുന്നത്. പിന്നെ 2ാമത്തെ സ്റ്റേജില് ബബ്ലിംഗ് സ്റ്റേജ് ആണ്. ബബ്ലിംഗ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ തന്നെ ഈ കുമിളകളൊക്കെ ഉണ്ടാക്കുന്ന ആ സ്റ്റേജ് ആണ് ബബ്ലിംഗ് സ്റ്റേജ്. 6 to 8 month ആണത്. Children use their speech organs to make repetitive syllables like ba 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 or ma ma ma. This stage usually 6 to 9 months. റിപ്പീറ്റ് ആയിട്ട് ബേബീസ് മാ മാ ബ ബ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതായത് നിങ്ങളുടെ കുട്ടി ഒരു 8 month ആയിട്ടും ബബ്ലിങ്, അതായത് ബബ്ലിംഗ് എന്ന് പറയുമ്പോൾ ഈ സൗണ്ട് ഉണ്ടാക്കലാണ്, ബാബ മാമ അങ്ങനെയൊക്കെ പറയില്ലേ, ആ സൗണ്ട് ഒരു 8 month ആയിട്ടും ഇതൊന്നും പറയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറിനെ, പീഡിയാട്രിഷനെ പോയി കാണണം. അതായത് ആ കുട്ടിക്ക് ലാംഗ്വേജ് ഡെവലപ്മെന്റിന് ഡിലേ ആകുന്ന കുട്ടികളായിരിക്കും അതൊരു പക്ഷേ ഈ സൗണ്ട് കേൾക്കാതെ ഹിയറിംഗ് പ്രോബ്ലം ഉള്ള കുട്ടികളോ അല്ലെങ്കിൽ സ്പീച്ചിങ്ങിന്റെ പ്രോബ്ലം ഉള്ള കുട്ടികളൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഡെവലപ്മെന്റിന് ഡിസോർഡർ ഉള്ള കുട്ടിയായിരിക്കാം. അപ്പൊ ആ കുട്ടിയെ തീർച്ചയായിട്ടും ഒരു ഡോക്ടറിനെ കാണിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ അടുത്ത സ്റ്റേജ് ആണ് 1 word സ്റ്റേജ്, ഒരു വാക്ക് മാത്രം പറയുന്ന സ്റ്റേജ് ആണ്. അത് 9 to 18 months ആണ് വരുന്നത്. Children start to use individual words to convey meaning. മീനിങ്ങോട് കൂടിയിട്ട് കുറച്ച് വാക്കുകളൊക്കെ പറയാൻ തുടങ്ങും. ചെറിയ ചെറിയ വാക്കുകൾ, ഒരു 1 wordലായിരിക്കും അത് പറയുക, പക്ഷെ അതിന് മീനിങ് ഉണ്ടാവും. നമ്മൾ അതിൽ മനസ്സിലാക്കിയിട്ട് ആ കുട്ടികൾക്ക് വേണ്ടതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കും. മാമ, പാപ്പ, ബോൾ. ബോൾ എന്ന് പറയുമ്പോൾ ആ ബോൾ വേണമെന്നായിരിക്കും ചിലപ്പോൾ പറയുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ ആ ബോൾ എടുത്ത് കൊടുക്കണം ആ കുട്ടിക്ക്. പിന്നെ ജ്യൂസിനെ കാണിച്ചിട്ട് ജ്യൂസ് എന്ന് പറയും, അപ്പൊ ജ്യൂസ് വേണമെന്നാണ്. അപ്പൊ ഒരു വേർഡിലൂടെ തന്നെ ഒരു സെന്റൻസ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് തോന്നാവുന്ന രീതിയിലുള്ള വാക്കുകളായിരിക്കും ആ കുട്ടികൾ പറയുന്നുണ്ടാവുക. ഈ സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു 9 to 18 months ആണ്. ഇത് കുട്ടികൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യാനായിട്ട് ചെറിയ ചെറിയ വാക്കുകളായിരിക്കും ഉപയോഗിക്കുക. ഓക്കെ. ഇനി അവര് ഇങ്ങനെ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതിലൂടെ അവരുടെ എബിലിറ്റി കൂടുകയും ചെയ്യും, അതായത് സ്പീക്കിങ്ങിന്റെ. ഇനി 2 word സ്റ്റേജ് മതിയോ? ഓക്കെ, അടുത്ത ആള് പറയാം അല്ലെ? വായിച്ചോളൂ. അല്ല, വേറെ ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ? എഴുതിയിട്ടുണ്ടാവും. പിന്നെ ചിൽഡ്രൻ സ്റ്റാർട്ട് ടു കമ്പൈൻ 2 words. 2 word സ്റ്റേജില് ടു ഫോം സിമ്പിൾ ഫ്രേസസ് ആയിരിക്കും. ലൈക്ക് മീ ഗോ, എനിക്ക് പോണം. പപ്പ ഹോം, മോർ, എനിക്ക് കുറെ ചോക്ലേറ്റ് വേണം, മോർ ചോക്ലേറ്റ്. അങ്ങനെയുള്ള വാക്കുകളൊക്കെ ആയിരിക്കും 2 words യൂസ് ചെയ്തിട്ട് 2 words ഉപയോഗിച്ച് ആ കുട്ടി പറയുന്നത്. ഇതിൽ ചിലപ്പോൾ കംപ്ലീറ്റഡ് ആയിരിക്കില്ല, എന്നാലും നമുക്കത് കമ്മ്യൂണിക്കേഷൻ ഈ ചെറിയ വാക്കിലൂടെ നമുക്കത് മുഴുവനായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഈ ഘട്ടത്തില് കുട്ടികള് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ചെയ്യുന്ന ഒരു ഘട്ടമാണ്. ചൈൽഡ് വൊക്കാബുലറി കൂടുന്ന ഒരു സ്റ്റേജ് കൂടിയാണിത്. അവരുടെ ചെറിയ ചെറിയ വൊക്കാബുലറിയിലൂടെ
അവരുടെ എക്സ്പ്രഷൻസും നമ്മളോട് അവര് പങ്കിടുകയും അവരുടെ വിഷമങ്ങൾ നമ്മളുടെ അടുത്ത് ഷെയർ ചെയ്യാനൊക്കെ പറ്റും ഈ സ്റ്റേജിലൂടെ. ഓക്കെ, താങ്ക് യു. വെരി ഗുഡ്, നന്നായിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു ടീച്ചർ. ഒരാളും കൂടി ഒന്ന് വായിച്ചേ. മിസ്സേ ഞാൻ പറയാം. ഇപ്പഴത്തെ ഫോർ മെയിൻ സ്റ്റേജസ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്, ഫസ്റ്റ് സ്റ്റേജ് പ്രീ സ്പീച്ച് സ്റ്റേജ്, അതായത് 0 to 6 months. 0 to 6 months ആണ് ആ സ്റ്റേജ് വരുന്നത്. അവർക്ക് ലാംഗ്വേജ് ഒന്നും അറിയില്ല, പക്ഷെ അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് അവര് അത് മനസ്സിലാക്കുന്നത് കരച്ചിലൂടെ നമ്മൾ അത് മനസ്സിലാക്കണം. അവർ കരയുക മാത്രമേ ചെയ്യുള്ളൂ. അതാണ് പ്രീ സ്പീച്ച് സ്റ്റേജ്. കരയുന്നതിലൂടെ നമ്മൾ അത് മനസ്സിലാക്കിയെടുക്കുക. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ബബ്ലിംഗ് സ്റ്റേജ് ആണ്. ആ സ്റ്റേജ് വരുന്നത് 6 to 8 months ആണ് വരുന്നത്. അവര് പറയാൻ ശ്രമിക്കുന്നത് പാപ്പ, മാമ, അങ്ങനെയൊക്കെയാണ് സംസാരിക്കാൻ ശ്രമിക്കുന്നത്. പിന്നെ ഇടയിലിടയിൽ സൗണ്ട് ഉണ്ടാക്കുക. അത് ചില സമയത്ത് അവർക്ക് നാണം, നമ്മൾ കളിപ്പിക്കുന്ന സമയത്ത് അവർക്ക് നാണം വരുന്ന സമയത്തൊക്കെ അവര് ഇങ്ങനെ വേറൊരു ഒരു തോളിലാണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് അങ്ങനെ ചായുകയും അങ്ങനെയൊക്കെ കുറച്ചു നേരം സംസാരിക്കുന്ന പോലെ എന്ന് വെച്ചാൽ അവർ ഓരോരോ സൗണ്ട് ഉണ്ടാക്കുക. അങ്ങനെയാണ് അവരുടെ ഓരോ ആക്ഷൻസ് അല്ലെങ്കിൽ റിയാക്ഷൻസ് ഒക്കെ പുറത്തു വരുന്നത്. അവരുടെ ദേഷ്യം അല്ലെന്നുണ്ടെങ്കിൽ എല്ലാം കൈകൊണ്ട് തല്ലുകയും പിച്ച് മാന്ത് അങ്ങനെയൊക്കെയാണ് അവര് സംസാരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഇതാണ് പ്രകടിപ്പിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ വൺ വേർഡ് സ്റ്റേജ് അല്ലാന്നുണ്ടെങ്കിൽ ഹോളോപ്രാസ്റ്റിക് സ്റ്റേജ് എന്ന് പറയും. അത് 19 to 18 months ആണ്. അതായത് 1 വയസ്സും 1.5 മാസവും. അവര് ഒരു വേർഡ് വെച്ച് 9 to 18 ഓക്കെ, വായിക്കും. 9 to 18 months. അതായത് 1 വേർഡ് വെച്ചിട്ട് അവരുടെ മെസ്സേജ് കംപ്ലീറ്റ് ചെയ്യുക. അതായത് ഒരാളിനെ ഇപ്പൊ അമ്മ, അച്ഛൻ അല്ലെങ്കിൽ പപ്പ, മമ്മ എന്ന് പറയുന്നത് അവര് ഒരു വേർഡായിട്ട് അവര് പറയുക. അച്ഛൻ, അമ്മ, അച്ചച്ചൻ, അച്ഛമ്മ അങ്ങനെ മാത്രം പറയാം. അത് ഫുള്ളും കംപ്ലീറ്റ് ആയിരിക്കില്ല. ചിലപ്പോ അമ്മ എന്നുള്ളതിനെ ചിലപ്പോ മാന്ന് മാത്രമേ പറയുള്ളൂ. അങ്ങനെയൊക്കെ. ഇനി അടുത്ത സ്റ്റേജ് വന്നിട്ട് 2 വേർഡ് സ്റ്റേജ് അല്ലെങ്കിൽ ടെലഗ്രാഫിക് സ്റ്റേജ്. അത് വന്നിട്ട് 18 to 60 അല്ലെങ്കിൽ 16 to 18 months ആണ്. 16 to 18 months. ആ കുട്ടികൾ രണ്ട് വേർഡുകൾ തമ്മിൽ കൂട്ടിച്ചേർത്ത് സംസാരിക്കുക. അതായത് അമ്മ വന്നു, അച്ഛൻ വന്നു, കോഴി, പൂച്ചയെ പോ അങ്ങനെയൊക്കെ പറയാൻ ശ്രമിക്കുക. അത്ര തന്നെ അവരുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നതിന്റെ തുടക്കം. അത്രേ ഉള്ളൂ. താങ്ക് യു മിസ്. വെരി ഗുഡ്. സാധാരണ ഞാൻ ഏതെങ്കിലും തിയറീസ് നിങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ട് അല്ലെ? നോട്ട് തരാറുണ്ട്, എക്സ്ട്രാ തരാറില്ലേ നോട്ട്? ഏതെങ്കിലും സ്റ്റേജസ് ഇത് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഞാൻ തന്നില്ല, അതിന് പകരം നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ. യെസ്. അപ്പൊ നമുക്ക് സൈക്കോളജി എന്നൊരു ചാപ്റ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. PDF നോക്കണ്ട, അല്ലാതെ കുറച്ചൊരു ഇൻട്രൊഡക്ഷൻ ഭാഗങ്ങൾ മാത്രം ഒന്ന് പറഞ്ഞു പോകുന്നുള്ളൂ. കയ്യിൽ ടെക്സ്റ്റ് ഉള്ളവര് നിങ്ങൾ നോക്കിക്കോളൂ. എല്ലാവരുടെയും കയ്യിൽ ടെക്സ്റ്റ് ഇല്ലേ? യെസ്. ഇവിടെ എന്തുകൊണ്ടാണോ ഇത് ഓപ്പൺ ആവുന്നില്ല? കുറെ നേരം ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. യെസ്. അപ്പൊ നമുക്ക് എന്താണ് സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് പറയാം. എന്നിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ PDF വെച്ചിട്ട് ബാക്കി പറഞ്ഞു പോവാം. ഓക്കെ, നോക്കിയാ കേട്ടോ. About psychology. What is psychology? ആത്മാവിന്റെ ശാസ്ത്രം. ആത്മാവിന്റെ ശാസ്ത്രം. ഓക്കെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങള് സൈക്കോളജിയുടെ എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് സൈക്കോളജി എന്താന്ന് പഠിക്കാൻ പോകുന്നത്. മനസ്സിലായോ? ഇൻട്രൊഡക്ഷൻ പാഠം നമ്മൾ എടുത്തില്ല. സത്യം പറഞ്ഞാൽ ഇതിൽ വേറെ കാര്യങ്ങളൊന്നും ഇല്ല. എന്താണ് സൈക്കോളജി അടക്കം എന്നാണ് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുള്ളൂ. ശരിയാണ് മിസ്സേ. ഇതിലാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഇതിന്നാണ് തുടക്കം വരുന്നത്. തുടക്കം ഇത് ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ.
പക്ഷെ introduction. സൈക്കോളജി മുഴുവൻ പഠിച്ച് ഓരോ ഭാഗങ്ങളും കവർ ചെയ്ത് എഡ്യൂക്കേഷൻ സൈക്കോളജി പഠിച്ചു, നീഡ്സ് പഠിച്ചു, ഡിഫറൻസ് പഠിച്ചു, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് പഠിച്ചു, പിന്നെ ഏതാണ് ലാംഗ്വേജ്, ഡിഫൻസ് മെക്കാനിസം. ഓക്കെ, ഇത്രയും സ്റ്റെപ്സുകൾ കഴിഞ്ഞ് സൈക്കോളജിയുടെ മൊത്തം കഴമ്പ് മുഴുവൻ കണ്ടന്റ് മുഴുവൻ പഠിച്ചതിന് ശേഷം സൈക്കോളജി എന്താണെന്ന് പഠിക്കാൻ സാധിക്കും. ബാക്കി സൈക്കോളജി പഠിക്കാൻ പാടില്ല. അങ്ങനെ പഠിക്കുന്ന ലോകത്തെ ആദ്യത്തെ സ്റ്റുഡന്റ് നിങ്ങളായിരിക്കുള്ളൂ. തല തിരിച്ച് പഠിച്ചതല്ല കേട്ടോ. അത് വെറുതെ അതിൽ കുറെ പോയിന്റ്സ് ഒക്കെ വെറുതെ കുറച്ചിങ്ങനെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് പറഞ്ഞു തീരുമെന്നും അറിയാം. അതുകൊണ്ട് ഇപ്പൊ ബാക്കിയുള്ളത് സമയം എടുക്കുന്നതായിരുന്നു. അതുകൊണ്ടാണ് ആദ്യം എടുത്ത് തീർത്തത്. ഓക്കെ, അപ്പോ സൈക്കോളജി എന്ന വേർഡ്, ആ വേർഡിന് രണ്ട് അർത്ഥങ്ങളുണ്ട് അല്ലെ. രണ്ട് വാക്കിൽ നിന്നുമാണ് സൈക്കോളജി എന്നൊരു വാക്കുണ്ടായത്. എന്താണ്? സൈക്ക് ആൻഡ് ലോഗോസ്. സൈക്കോളജി ഏത് വാക്കിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്? Psych and logos. സൈക്ക് ആൻഡ് ലോഗോ എന്ന ഗ്രീക്ക് വേർഡിൽ നിന്നുമാണ്. ടെക്സ്റ്റ് എന്തെങ്കിലും അണ്ടർലൈൻ ചെയ്ത് നോക്കോളൂ. ഗ്രീക്ക് വേർഡിൽ നിന്നുമാണ് സൈക്കോളജി എന്ന വാക്കുണ്ടായത്. സൈക്ക് മീൻസ്, സൈക്ക് എന്ന് പറഞ്ഞ എന്താണ്? സോൾ, ആത്മാവ്. സൈക്ക് എന്നാൽ ആത്മാവ്. ലോഗോ മീൻസ് സയൻസ്. ലോഗോ എന്ന് പറഞ്ഞാൽ ശാസ്ത്രം. അപ്പോ സൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? സയൻസ് ഓഫ് സോൾ അല്ലെ. ദാറ്റ്സ് മീനിങ് എന്താണ്? ആത്മാവിന്റെ ശാസ്ത്രം എന്നാണ് സൈക്കോളജി പറയുന്നത്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അതാണ് ബേസിക്കലി അതിന്റെ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ബേസിക് ആയിട്ടുള്ള കറക്റ്റ് ആയിട്ട് ഒരു അർത്ഥമാണ് എന്ത്? സൈക്കോളജി രണ്ട് വാക്കിൽ നിന്നുമാണ് ഉരുത്തിരിഞ്ഞു വന്നത്. ഗ്രീക്ക് വേർഡായ സൈക്കിൽ നിന്നും ലോഗോസ് എന്ന വാക്കിൽ നിന്നുമാണ് സൈക്കോളജി എന്നൊരു പദം ഉണ്ടായത്. അത് അതിന്റെ ഒറിജിൻ മാത്രമാണ്. പക്ഷെ ഇപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? ആത്മാവിനെ കുറിച്ചിട്ടുള്ള പഠനം, ആത്മാവിനെ കുറിച്ചിട്ടുള്ള ശാസ്ത്രമാണ് സൈക്കോളജി എന്നാണ് ഇവിടെ പറയുന്നത്. പക്ഷെ ഒരുപാട് സൈക്കോളജിസ്റ്റുകൾ, ഒരുപാട് ചിന്തകര് ഇതിനെ പല രീതിയിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം കുറെ പേര് വന്നിട്ട് എന്താ പറഞ്ഞത്? ഇത് സോളിനെ കുറിച്ചിട്ടുള്ള ഒരു പഠനമാണ്. സൈക്കോളജിസ്റ്റ് സ്റ്റഡി ഓഫ് സോൾ എന്ന് പറഞ്ഞ ആത്മാവിനെ കുറിച്ചിട്ടുള്ള പഠനമാണെന്നാണ് കുറെ സൈക്കോളജിസ്റ്റുകൾ വാദിച്ചത്. കുറെ കാലം അത് തന്നെയാണ് എല്ലാവരും പിന്തുടരുന്നത്. പിന്നെയും എന്താണ്? പരീക്ഷണങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു. ഓക്കെ, ആ സമയത്ത് അതായത് ഒരു പിന്നീട് അങ്ങോട്ട് കാലഘട്ടം മാറുന്നതിനനുസരിച്ച് എന്താണ്? സോളിനെ കുറിച്ചുള്ള ഒരു പഠനമല്ല എന്ന് തെളിയിക്കാനായിട്ട് കുറെ സൈക്കോളജിസ്റ്റുകളുണ്ട്. അപ്പൊ അവരെന്തിനെ കുറിച്ചുള്ള പഠനമാണെന്നാണ് തെളിയിച്ചത്? അവര് പറഞ്ഞു സയൻസിനെ കുറിച്ചുള്ള പഠനം അല്ല, മൈൻഡിനെ കുറിച്ചുള്ള പഠനമാണ്, മനസ്സിനെ കുറിച്ചുള്ള പഠനമാണ് സൈക്കോളജി സ്റ്റഡി ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞത്. അതല്ലേ മനഃശാസ്ത്രം എന്ന് പറയണത് അല്ലേ? പറയട്ടെ, സൈക്കോളജിസ്റ്റ് മൈൻഡ് എന്ന് പറഞ്ഞത് അല്ലെ, മനസ്സിനെ കുറിച്ചിട്ടുള്ള ശാസ്ത്രമാണ്. പിന്നീട് അത് എല്ലാവരും വിശ്വസിച്ചു. എങ്കിലും എന്താണ് ഈ സൈക്കോളജിസ്റ്റുകളുടെയൊക്കെ പ്രത്യേകത എന്താണ്? ഇതിനിങ്ങനെ എക്സ്പീരിമെന്റ് പഠനങ്ങൾ കണ്ടെത്തി കൊണ്ടുവരാനുള്ള, ഡിസ്കവർ ചെയ്യാനുള്ള ഒരു ചിന്ത മാത്രമാണ് അവർക്കുള്ളത് അല്ലെ. അല്ല, പിന്നീട് മനസ്സിലാക്കി അത് എങ്ങും പ്രാക്ടിക്കൽ ആവുന്നില്ല. അപ്പൊ മനസ്സിനെ കുറിച്ചുള്ള ഒരു പഠനമല്ല, അല്ലെങ്കിൽ മൈൻഡിനെ കുറിച്ചുള്ള പഠനങ്ങളാണ് അപ്പോഴും തെളിയിക്കപ്പെട്ടത്. അപ്പൊ എന്താണ്? സോളും അല്ല മൈൻഡും അല്ല എന്ന് തെളിയിച്ചു. പിന്നെ എന്തിനെ കുറിച്ചുള്ള പഠനമായിരിക്കും? എന്തായിരിക്കും? പിന്നെയും വെരി ഗുഡ്. പിന്നെന്താണ്? ലാസ്റ്റ് ആണ് അല്ലെ. ലാസ്റ്റ് മോഡേൺ തിയറീസിൽ വന്ന സമയത്താണ്, മോഡേൺ സൈക്കോളജിസ്റ്റിൽ വന്ന സമയത്താണ് സൈക്കോളജി എന്തിനെ കുറിച്ചുള്ള പഠനമാണെന്നാണ് ബാക്കി മനസ്സിലായത്. ഈ മൈൻഡും സോളൊക്കെ എന്തിലാണ് ശരിക്കും കാണാൻ സാധിക്കുന്നത്? എന്തിലാണ് ശരിക്കും കാണുന്നത്? ഒരാളുടെ ബിഹേവിയറിലാണ് ഇതെല്ലാം ഉൾക്കൊള്ളുന്നത്. അപ്പൊ സൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്തിനെ കുറിച്ചുള്ള ഒരു പഠനമാണ്? സൈക്കോളജി സ്റ്റഡി ഓഫ് ബിഹേവിയർ, ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്. നോട്ട് ചെയ്യാം കേട്ടോ, നോട്ട് ചെയ്യാം. സൈക്കോളജി സ്റ്റഡി ഓഫ്, ഒരു സെക്കൻഡ് നമ്മുടെ സൈക്കോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഫാദർ ഓഫ് സൈക്കോളജി അരിസ്റ്റോട്ടിൽ ആണ്. ഫാദർ ഓഫ് സൈക്കോളജി ആരാണ്? വില്യം ഗുണ്ടട്ട്. വില്യം ഗുണ്ടട്ട് ആണ് ഫാദർ ഓഫ് സൈക്കോളജി, സൈക്കോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, അദ്ദേഹത്തിന്റെ ഒരു ഡെഫിനേഷൻ അല്ല പറയുന്നത്. ഞാൻ കുറച്ചുകൂടി എളുപ്പമായിട്ട് പഠിക്കാനായിട്ട്
നമ്മളുടെ പരിചയമുള്ള ക്രോ ആൻഡ് ക്രോയുടെ തന്നെ ഡെഫിനിഷൻ തരാം. അദ്ദേഹത്തിന്റെ തന്നെ ഡെഫിനിഷൻ നിങ്ങൾ പഠിച്ചാൽ മതി. സൈക്കോളജി ഇസ് ദ സ്റ്റഡി ഓഫ് അക്കോർഡിംഗ് ടു ക്രോ ആൻഡ് ക്രോ. According to Crow and Crow, psychology is the study of human behavior and human relationships. Human behavior and human relationships. Psychology is the study of human behavior and human relationship. Psychology is the study of human behavior and human relationship. Yes. അപ്പൊ എന്താണ് സൈക്കോളജി എന്ന് പറഞ്ഞാല് ഒരു ഹ്യൂമന്റെ ബിഹേവിയറിനെ കുറിച്ചും അതുപോലെ തന്നെ മറ്റേ ഹ്യൂമൻ റിലേഷൻഷിപ്പിനെ പറ്റിയുള്ള ഒരു പഠനമാണ് ഇത് സൈക്കോളജി എന്നാണ് മോഡേൺ തിയറീസിലെ സൈക്കോളജിസ്റ്റുകൾ വിശ്വസിക്കുന്നത്. അത് തന്നെയാണ് എല്ലാ സൈക്കോളജിസ്റ്റുകളും പിന്നീട് അങ്ങോട്ട് അംഗീകരിച്ചത് അല്ലെ. ഈ മൈൻഡും സോളും ഒക്കെ എന്തിലാണ്? ഒരാളുടെ ബിഹേവിയറിൽ നിന്നുമാണ് അതെല്ലാം മുതലെടുക്കുന്നത് അല്ലെ. Psychology is a scientific study of mind and behavior അല്ലെ. Yes. Father of psychology ആരാണ്? വില്യം വൂണ്ടർട്ട് ആണ്. വില്യം വൂണ്ടർട്ട്. വില്യത്തിന് ശേഷമുള്ള അയാൾ ഒരു സ്പെല്ലിംഗ് ഒന്ന് പറയാം. വില്യം കട്ടി. വില്യം ഓക്കെ. അടുത്തത് WUNDT. 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 വില്യം വൂണ്ടർട്ട്. അപ്പൊ ഈ സൈക്കോളജി വാട്ട് ഈ സൈക്കോളജി എന്ന് വെച്ചാൽ ഏതോ അർത്ഥത്തിൽ വിളിച്ച് ചോദിച്ചാലും ഇത് ഉത്തരം പറയണം കേട്ടോ. ഫാത്തിമ സയാന ഈ ക്ലാസ്സിലുള്ളതാണോ? ഫാത്തിമ? അതെ. ഫാത്തിമയുടെ യൂട്യൂബ് ഓണാണോ? അറിയില്ല മിസ്സേ. ഫാത്തിമ സയാസ് ഈസ് ഹോസ്റ്റിംഗ് ആൻ ആക്ടിവിറ്റി യൂസിങ് യൂട്യൂബ് എന്ന് കാണിക്കുന്നുണ്ട് ഇവിടെ. ഞാൻ കുട്ടീനെ ഇതിന്റെ ഇടയിൽ ഓർക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ ഓക്കെ. യെസ്. അപ്പൊ സൈക്കോളജിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ ആണ് ഇവിടെ പറഞ്ഞത് കേട്ടോ. ഓക്കെ. അപ്പൊ the word psychology comes from the dash word. ഏത് വേർഡിൽ നിന്നാണ്? ഗ്രീക്ക് വേർഡ്. ഗ്രീക്ക് വേർഡ്. ഏതൊക്കെയാണ്? സൈക്ക് ആൻഡ് ലോഗോസ്. Psych means soul. soul and Logos means science. ലോഗോ മീൻസ് സയൻസ്. Okay, yes. ഇത് PDF ഇല്ലാതെ ക്ലാസ് ബോറായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ എനിക്ക് ഇങ്ങനെ നോക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണ് ഇപ്പൊ. എന്നെ നോക്കി പറയാൻ പറ്റില്ല. അത് ഓപ്പൺ ആവണമെന്നില്ല നമ്മുടെ PDF. നമ്മൾ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ ഭാഗം മാത്രം പറയാം. Yes, thus the meaning of psychology is the science of soul. Modern theories and practice of education have been influenced by psychology. Psychology, like several other branches of knowledge, have a history of recent development. At present, it is a wing of knowledge. സൈക്കോളജിനെ നമ്മൾ ഇപ്പൊ അറിയപ്പെടുന്ന പേരെന്താണ്? വിങ് ഓഫ് നോളജ് എന്ന് പറയുന്നത് എന്തിനാണ്? സൈക്കോളജിനെ പറയുന്നതാ അല്ലെ. അത് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട് സൈക്കോളജിക്ക്. ഒരുപാട് ബ്രാഞ്ചസ് അവൈലബിൾ ആണ് അല്ലെ. അതിലൊരു ബ്രാഞ്ചാണ് നമ്മളൊരു ചാപ്റ്റർ ആയിട്ട് പഠിച്ചത്. ഏത് ബ്രാഞ്ചാണ്?
പഠിച്ചിട്ടുണ്ടല്ലോ. ഏത് ബ്രാഞ്ചാണ് നമ്മൾ പഠിച്ചത്? എഡ്യൂക്കേഷൻ സൈക്കോളജി. സൈക്കോളജിയുടെ മറ്റൊരു അപ്ലൈഡ് ബ്രാഞ്ച് ആണ് എന്താ? എഡ്യൂക്കേഷൻ സൈക്കോളജി. ഞങ്ങൾ അപ്ലൈഡ് സൈക്കോളജി, ക്ലിനിക്കൽ സൈക്കോളജി, അങ്ങനെ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട് സൈക്കോളജിക്ക്. ഒരുപാട് ശാഖകളുള്ള ഒരു വലിയ ശാസ്ത്രമാണ് സൈക്കോളജി എന്ന് പറയുന്നത്. വെച്ചാൽ വൈഡ് സബ്ജക്ട്. അതൊരു ചുരുങ്ങിയ ഒരു സബ്ജക്റ്റ് അല്ല, ഒരുപാട് വിഷയങ്ങൾ ഇന്റർലിങ്ക് ചെയ്ത ഒരു സബ്ജക്റ്റ് ആണ് സൈക്കോളജി എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, അത് അണ്ടർലൈൻ ചെയ്യണേ. ഇറ്റ് ഇസ് എ വിങ് ഓഫ് നോളജ് എന്നൊരു ഭാഗം അണ്ടർലൈൻ ചെയ്തു പോകാം. സൈക്കോളജി ഉടലെടുത്തോടു കൂടിയാണ് അതിൽ ഒരുപാട് ബ്രാഞ്ചസ് പെട്ടെന്ന് റാപ്പിഡ് ആയിട്ടാണ് ഒരുപാട് ബ്രാഞ്ചസ് അതിൽ ഡെവലപ്പ് ചെയ്ത് വന്നത്. ഓരോ സൈക്കോളജിസ്റ്റുകൾ അതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്തിയാണ് ഒരുപാട് ബ്രാഞ്ചസ് അതിനെ ഡെവലപ്പ് ചെയ്ത് വന്നത്. Then, in fact, modern psychology has its development from the second half of the 19th century. ഇനി സൈക്കോളജി, മോഡേൺ സൈക്കോളജി ഏത് സമയത്താണ് കൂടുതൽ ഡെവലപ്പ് ആയത്? ഏത് കാലഘട്ടത്തിലാണ്? സെക്കൻഡ് ഹാഫ് ഓഫ് ദ 19th സെഞ്ചുറി അല്ലെ? സെക്കൻഡ് ഹാഫ് ഓഫ് ദ 19th സെഞ്ചുറിയിലാണ് എന്താണ് 19ാം നൂറ്റാണ്ട് ആ ഒരു സെക്കൻഡ് ഹാഫിലാണ് എന്താ ഈ മോഡേൺ സൈക്കോളജി, ആധുനിക മനഃശാസ്ത്രത്തിന് കൂടുതൽ വികാസം പ്രാപിച്ചതിലേക്ക് കൂടുതൽ അത് ഡെവലപ്പ് ചെയ്യാനായിട്ട് ആരംഭിച്ചത്. Now it has different wings and many researchers and creations are still being progress. പിന്നീട് എന്താണ് ഈ 19ാം നൂറ്റാണ്ടിന് ശേഷമുള്ള കാലഘട്ടത്താണ് പിന്നീട് അങ്ങോട്ട് സൈക്കോളജിയിൽ എന്താണ് ഒരുപാട് റിസർച്ചുകൾ, ഒരുപാട് പഠനങ്ങൾക്ക് വിധേയമായിട്ടാണ് ഒരുപാട് തരത്തിലുള്ള പ്രോഗ്രസ്സുകൾ ഉണ്ടായി. അതായത് നിരവധി ഗവേഷണങ്ങളും സൃഷ്ടികളും ഇപ്പോഴും എന്താണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സൈക്കോളജിയുടെ പഠനം അതൊരിക്കലും നിലനിൽക്കുന്നത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഒരുപാട് ഗവേഷണങ്ങൾ, അതായത് പല എക്സ്പീരിയൻസുകൾ അതിൽ നടക്കുന്നുണ്ട്, പല രീതിയിലുള്ള റിസർച്ചസ് അതിൽ നടക്കുന്നുണ്ട്. ആ ഒരു പഠനം എന്താണ് ഇപ്പോഴും പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്, സ്റ്റോപ്പ് ആവുന്നില്ല. അത് ദിനം പ്രതി എന്താണ് ഇങ്ങനെ കാലഘട്ടം കഴിയും തോറും എന്താണ് സൈക്കോളജിയിൽ ഓരോ ഡെവലപ്മെന്റ്സ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ പരീക്ഷണങ്ങള്, റിസർച്ചുകള്, മറ്റു കാര്യങ്ങളൊക്കെ എന്താണ് അതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും ദിനം പ്രതി എന്താണ് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, യെസ്. അടുത്ത് പറയുന്നത് എന്താണ്? Psychology is usually defined as the study of human behavior. സൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്തിനെ കുറിച്ചുള്ള പഠനമാണെന്നാണ് നമ്മൾ പറഞ്ഞത്? ഇതിനെക്കുറിച്ചുള്ള പഠനമാണ് ഹ്യൂമൻ ബിഹേവിയർ. സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ. മനുഷ്യന്റെ പെരുമാറ്റത്തെ കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രം. മനുഷ്യന്റെ പെരുമാറ്റത്തെ കുറിച്ചുള്ള പഠനമാണ് സൈക്കോളജി എന്ന് പറയുന്നത്. ഓക്കെ, then some psychologists have gone step forward. They say that psychology is the science of behavior and cognitive processes. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ എന്താണ് പല സൈക്കോളജിസ്റ്റുകളും പല രീതിയിലാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് അല്ലെ? ചിലർ പറഞ്ഞു എന്താണ് പൂർണ്ണമായി അംഗീകരിച്ചിരിക്കുന്ന പദം എന്താണ്? ഡെഫിനേഷൻ എന്താണ്? മനുഷ്യന്റെ പെരുമാറ്റത്തെ കുറിച്ചിട്ടുള്ള ഒരു പഠനമാണ് എന്ത്? സൈക്കോളജി എന്നാണ്. അതാണ് ഏറ്റവും പൂർണ്ണമായിട്ട് അംഗീകരിച്ചിട്ടുള്ള ഡെഫിനേഷൻ ആണ്. പക്ഷെ പല സൈക്കോളജിസ്റ്റുകൾ എന്താണ് പിന്നെയും അതിനെ തിരുത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അവരെന്ത് പറയുന്നു? മനുഷ്യന്റെ പെരുമാറ്റത്തിനെ കുറിച്ചുള്ള മാത്രം പഠനമല്ല, എന്തിനേയും കുറിച്ചിട്ടാണ്? വൈജ്ഞാനിക പ്രക്രിയയുടെ കൂടിയിട്ടുള്ള ഒരു പഠനമാണ് സൈക്കോളജി എന്നാണ് മറ്റ് സൈക്കോളജിസ്റ്റുകൾ പറയാറുള്ളത്. അതായത് സൈക്കോളജി ഈസ് എ സയൻസ് ഓഫ് ബിഹേവിയർ ആൻഡ് കോഗ്നിറ്റീവ് പ്രോസസ്. സയൻസ് അതൊരു എന്താണ്? സയൻസ് ഓഫ് ബിഹേവിയർ ആണ്, മാത്രമല്ല വൈജ്ഞാനികമായിട്ടുള്ള പ്രക്രിയയെ കുറിച്ചിട്ടുള്ള ഒരു പഠനമാണ്. നമ്മൾ പഠിച്ചില്ലേ കോഗ്നിറ്റീവ് പ്രോസസ്സ്? കോഗ്നിറ്റീവ് പ്രോസസ്സിനെ കുറിച്ചും മാത്രമുള്ള ഒരു പഠനമാണെന്നാണ് പല സൈക്കോളജിസ്റ്റുകളും പിന്നീടുള്ള അങ്ങോട്ടുള്ള പഠനങ്ങളിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പൊ പലർക്കും പല രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് അല്ലെ? Those who work in the field of education are concerned with the educational psychology, which is the application of psychological principles to education. ഇനി പല സൈക്കോളജിസ്റ്റുകളും നമ്മൾ പറഞ്ഞു പല സൈക്കോളജിക്ക് പല ബ്രാഞ്ചസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ അതിലൊരു ബ്രാഞ്ചാണ്
എഡ്യൂക്കേഷൻ സൈക്കോളജി. എഡ്യൂക്കേഷൻ സൈക്കോളജി എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? എന്തിനെ കുറിച്ചിട്ട് വേണ്ടിയാണ് എഡ്യൂക്കേഷൻ സൈക്കോളജി? വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള പഠനം. സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾസ് ടു എഡ്യൂക്കേഷൻ, ശാസ്ത്രപരമായിട്ടുള്ള തത്വങ്ങൾ വിദ്യാഭ്യാസത്തിൽ കൊണ്ടുവന്നുള്ള ഒരു പഠനമാണെന്ത് എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറയുന്നത്, അല്ലെ? എഡ്യൂക്കേഷൻ സൈക്കോളജിക്ക് ഒരു ഡെഫിനിഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായാലും ഓർക്കുന്നുണ്ടോ? വാട്ട് ഈസ് എഡ്യൂക്കേഷൻ സൈക്കോളജി? എഡ്യൂക്കേഷൻ സൈക്കോളജീസ് എന്താണ്? which deals with the teaching and the learning. എന്താണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് പറയുന്നത്? ഇതൊരു ബ്രാഞ്ച് ഓഫ് സൈക്കോളജി തന്നെയാണ്. which deals with the teaching and the learning. എഴുതിയെടുക്കാത്തൊരു വേണമെങ്കിൽ നോട്ട് ചെയ്തോളൂ. വാട്ട് ഈസ് എഡ്യൂക്കേഷൻ സൈക്കോളജി? അതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? നോട്ട് ചെയ്തോളൂ. എഡ്യൂക്കേഷൻ സൈക്കോളജി ഡെഫിനിഷൻ ആണോ മാം? എന്തോ സ്കിന്നറുടെ ഡെഫിനിഷൻ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. നോട്ട് ചെയ്തോളൂ വേണമെങ്കിൽ എഴുതാത്തവരെ. C.E. Skinner, educational psychology is a branch of psychology. Education psychology is a branch of psychology which deals with the teaching and learning. Which deals with the teaching and learning. അത് സ്കിന്നർ തന്നെയാണോ? അത് എഡ്വാർഡ് ലീ തോണ്ടേക്ക് അല്ലേ പറഞ്ഞത്? സോറി പേര് എഴുതിയിട്ട് മാറിയതാണ്. E.L. തോണ്ടേക്കിന്റെ ഡെഫിനിഷൻ ആണ് കേട്ടോ. ബ്രാഞ്ച് ഓഫ് സൈക്കോളജി എന്താണ്? ടീച്ചിങ് ആൻഡ് ലേണിംഗിനെ കുറിച്ചിട്ടുള്ള പഠനമാണെന്ന് പറഞ്ഞത് E.L. തോണ്ടേക്ക് ആണ് കേട്ടോ. അപ്പൊ E.L. തോണ്ടേക്ക് ആരാണ്? ഫാദർ ഓഫ് Education psychology. സൈക്കോളജിയുടെ ഫാദർ ആരാണ്? അപ്പോ വില്യം വുണ്ടറ്റ്. വില്യം വുണ്ടറ്റ് ആണ് സൈക്കോളജിയുടെ ഫാദർ. എഡ്യൂക്കേഷണൽ സൈക്കോളജിന്റെ ഒന്നുകൂടി ഒന്ന് പറയും മിസ്റ്റർ. എന്താ ഡെഫിനിഷൻ ആണോ? അല്ല, ഫാദർ ആണോ? ഫാദർ എഡ്വാർഡ് ഫിലിപ്പ് തൊണ്ടേക്ക് എന്നാണ് ശരിക്കുള്ള പേര്. നമ്മൾ E.L. തൊണ്ടേക്ക് എന്ന് എഴുതിയാൽ മതി. E ക്യാപിറ്റൽ L ക്യാപിറ്റൽ then തൊണ്ടേക്ക് THORNDIKE എഡ്വാർഡ് ലീ തൊണ്ടേക്ക് എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണമായ പേര്. E.L. തൊണ്ടേക്ക് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് കേട്ടോ. THORNDIKE തൊണ്ടേക്ക്. ഓക്കെ, അദ്ദേഹത്തിന്റെ ഒരു പ്രസിദ്ധമായ ഒരു കാര്യം മിസ് ഇതിന്റെ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. നമ്മൾ എഡ്യൂക്കേഷൻ സൈക്കോളജി പഠിച്ചപ്പോ പറഞ്ഞു. നന്നായാ തൊണ്ടേക്കിന്റെ ഒരു തിയറി ഉണ്ട്. നമുക്ക് ലേണിംഗ് തിയറി എന്ന് പറയുന്ന തിയറീസ് ഉണ്ട്. ലേണിംഗ് തിയറീസ് ഒരുപാടുണ്ട്. അതിൽ തൊണ്ടേക്കിന്റെ തിയറി, അതായത് ഇവരൊക്കെ പരീക്ഷണങ്ങൾ നടത്തിയത് മനുഷ്യരെക്കാൾ കൂടുതൽ ആദ്യ പരീക്ഷണങ്ങൾ നടത്തിയത് ആരിലാണ്? മൃഗങ്ങളിലാണ്. അദ്ദേഹം നടത്തിയത് പൂച്ചയിലാണ് കേട്ടോ. അപ്പൊ അദ്ദേഹത്തിന്റെ തിയറിയുടെ പേര് ട്രയൽ ആൻഡ് ഇറർ തിയറി എന്ന് പറഞ്ഞൊരു പേരാണ്. കേട്ടിരിക്കുക കേട്ടോ. ട്രയൽ ആൻഡ് തിയറി എന്നൊരു തിയറിയാണ് അദ്ദേഹത്തിന്റെ. അതായത് പൂച്ചയിലാണ് പരീക്ഷണം നടത്തിയത്. അങ്ങനെ പല സൈക്കോളജിസ്റ്റുകളും എന്താണ് പല രീതിയില് പട്ടിയില് ഡോഗില് പരീക്ഷണം നടത്തി, പിന്നെ കുരങ്ങില് പരീക്ഷണം നടത്തി, അങ്ങനെ എലിയില്, അങ്ങനെ പല മൃഗങ്ങളിലാണ് ആദ്യ പരീക്ഷണങ്ങൾ ഇവർ ചെയ്തത്. അതിനുശേഷം അതെല്ലാം മനുഷ്യരിലേക്ക് അപ്ലൈ ചെയ്തത്. അപ്ലൈ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആ പഠനങ്ങളുടെ റിസൾട്ട്സ്. അപ്പൊ ഇദ്ദേഹം എന്ന് വെച്ചാൽ എന്താണ്? അദ്ദേഹത്തിന്റെ തിയറിയുടെ പേര് ട്രയൽ ആൻഡ് ഇറർ തിയറി. ട്രയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രയൽ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ഇറർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറേഴ്സ് പരിശ്രമിക്കുന്നു തെറ്റുന്നു, അങ്ങനെ ഒരു തിയറിയാണ് അദ്ദേഹത്തിന്റെ. അപ്പൊ ഈ ട്രയൽ ആൻഡ് ഇറർ തിയറി എന്ന് പറയും, ബോണ്ടിങ് തിയറി എന്ന് പറയാറുണ്ട് അദ്ദേഹത്തിന്റെ. പിന്നെ എന്താണ് ലേണിംഗ് തിയറീസ് എന്ന് പറയാറുണ്ട്. അപ്പൊ അതായത് അദ്ദേഹം
3 കണ്ടീഷൻസ് വെച്ചിട്ട് ഈ പൂച്ചേനെ ഒരു കൂട്ടിലടയ്ക്കുകയാണ്. അദ്ദേഹം ഒരു കൂട്ടിലടച്ചതിന് ശേഷം ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കൂട് കുറച്ച് നീക്കിയിട്ട് എന്താണ് കുറച്ച് നീക്കിയ ഒരു പൊസിഷൻ അദ്ദേഹം ഒരു മീൻ വെക്കുന്നു, ഒരു ഉണക്കമീൻ വെക്കുന്നു. പൂച്ച കുറച്ച് സമയം കഴിയുമ്പോൾ എന്താണ് പൂച്ചക്ക് ഇതിന്റെ സ്മെല്ല് മനസ്സിലാവും അല്ലെ. സ്മെല്ല് മനസ്സിലായതിനു ശേഷം എന്താണ് പൂച്ച പിന്നെ തിരിഞ്ഞു പോകുന്ന സമയത്ത് മീനക്കാണ്. പക്ഷെ എന്ത് ചെയ്താലും തന്റെ കൂട് തുറന്ന് പൂച്ചയ്ക്ക് പുറത്തു പോകാനായിട്ട് സാധിക്കില്ല. അപ്പൊ പൂച്ച എന്ത് ചെയ്യും? പൂച്ച എന്ത് ചെയ്യും? തുറക്കാൻ പറയാനായിട്ട് ട്രൈ ചെയ്യും. ട്രൈ ചെയ്യും. പൂച്ച പരിശ്രമിച്ചുകൊണ്ടിരിക്കും അല്ലെ. കണ്ടിന്യൂസ് ആയിട്ട് അത് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യും? പൂച്ച കണ്ടിന്യൂസ് ആയിട്ട് റെഡി ആവുകയാണ് അല്ലെ. അപ്പൊ അതിൽ 3 നിയമങ്ങളൊക്കെ വരുന്നുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. പൂച്ച ഇങ്ങനെ ട്രൈ ചെയ്യും പിന്നീട് പരാജയപ്പെടും, ട്രൈ ചെയ്യും പരാജയപ്പെടും. ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഒരിക്കലും എന്താണ് പൂച്ച തന്റെ പരിശ്രമം അവസാനിപ്പിക്കുന്നില്ല. അവസാനം ആ കൂട്ട്, അതായത് ഒരുപാട് അതിന് കുറെ സ്റ്റെപ്സുകൾ വരുന്നുണ്ട് കേട്ടോ, ഞാൻ ചുരുക്കി പറയുന്നുള്ളൂ. അവസാനം എന്താണ് പൂച്ച പരിശ്രമിച്ച് എന്ത് ചെയ്യുന്നു? പൂച്ച ആ ലോക്ക് തുറക്കുന്നു, മീൻ കഴിക്കും കേട്ടോ. അതാണ് അദ്ദേഹത്തിന്റെ തിയറി. അതിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? പരിശ്രമിക്കുന്തോറും എന്താണ് എന്ത് പറ്റുന്നു? നമ്മൾ ഉദ്ദേശിച്ച കാര്യത്തിലേക്ക് എത്തിച്ചേരുന്നത്. ഇങ്ങനെയൊന്നല്ല, ഇതൊരു വലിയ തിയറിയാണ്, വളരെ ചുരുക്കി പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ അദ്ദേഹമാണ്. അപ്പൊ നമ്മൾ പഠിക്കുന്ന സമയത്ത്, നമ്മൾ പഠിച്ച സമയത്ത് ഇങ്ങനെ തൊണ്ടയ്ക്കിന്റെ പൂച്ച, പാവലോവിന്റെ പട്ടി, അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. എളുപ്പമായിട്ട് കോഡ് ചെയ്ത് പഠിക്കുന്നത് കേട്ടോ, മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എപ്പോ കണ്ടാലും തൊണ്ടയ്ക്കിന്റെ പൂച്ച അങ്ങനെ വെച്ച് പഠിക്കും. തൊണ്ടേ പൂച്ച, പാവലോ പട്ടി. പാവലോവ് ഇവാൻ പാവലോ എന്ന് പറഞ്ഞ അദ്ദേഹം ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന തിയറി അദ്ദേഹമാണ് കണ്ടുപിടിച്ചിട്ടുണ്ടായത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പട്ടിയുടെ വായിൽ നിന്ന് സലൈവ് വരുന്ന ഒരു പരീക്ഷണം കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഇല്ല. അതാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന തിയറിയാണ്, വലിയ തിയറിയാണ്. അദ്ദേഹമാണ് അത് കണ്ടുപിടിച്ചത്. അദ്ദേഹം എങ്ങനെയാണ് അത് ഭക്ഷണം കൊടുക്കും. ആദ്യം ഭക്ഷണം കൊടുക്കുമ്പോഴാണ്, ഭക്ഷണം കൊടുക്കാതെ ആദ്യം വെള്ളടിക്കും. വെള്ളടിക്കുന്ന സമയത്ത് എന്താണ് പട്ടിയുടെ വായിൽ നിന്നൊന്നും വരുന്നില്ല. ഭക്ഷണം കാണിക്കുന്ന സമയത്ത് എന്ത് വരുന്നു? ആ സലൈവ, ഉമിനീര് വരില്ല. സലൈവ വന്നിട്ടില്ലേ പട്ടിയുടെ വായിൽ? ഇങ്ങനെ കണ്ടിട്ടില്ലേ നമ്മളിങ്ങനെ? കണ്ടിട്ടുണ്ട്. വായിൽ വെള്ളം ഇങ്ങനെ ഒലിച്ച് നിൽക്കുക. സലൈവ എന്നാണ് നമ്മൾ പറയുന്നത് അല്ലെ. അതിനുശേഷം ഭക്ഷണം കൊടുക്കുമ്പോൾ അത് വരും. പിന്നീട് എന്താണ് അദ്ദേഹം വെള്ളടിക്കുന്ന സമയത്ത് എന്താണ് വെള്ളടിക്കുന്ന സമയത്തും പിന്നെ അത് വരുന്നില്ല. പിന്നീട് ഭക്ഷണം കാണിക്കുന്ന സമയത്താണ് സലൈവ വരുന്നത്. പിന്നീട് അങ്ങനെ കണ്ടീഷനിങ് ചെയ്ത് എന്താണ് ലാസ്റ്റ് ബെല്ലും ഫുഡും കൂടി ഒരുമിച്ച് കാണിക്കുന്ന സമയത്തും എന്താണ് ഈ സലൈവ പുറത്തേക്ക് വരും, ഈ ഉമിനീര് പുറത്തേക്ക് വരും. അപ്പൊ അവിടെ പരീക്ഷണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം കൊടുത്ത റെസ്പോൺസിന് നായ എത്രത്തോളം റെസ്പോണ്ട് ചെയ്തു. ഒരു സ്റ്റിമുലസ് അദ്ദേഹം ആ പട്ടിയിൽ കാണിക്കുന്ന സമയത്താണ്. സ്റ്റിമുലസ് ഇവിടെ എന്താണ്? ഫുഡും ബെല്ലും ആണ്. സലൈവ എന്താണ്? അദ്ദേഹം പട്ടിയുടെ റെസ്പോൺസ് ആണ്. അപ്പൊ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് ഒരാളെ കണ്ടീഷനിങ് ചെയ്യുക എന്നുള്ള ഒരു പരീക്ഷണമാണ് അദ്ദേഹം നടത്തിയത്. അത് വലിയ തിയറീസ് ആണ്, വളരെ ചുരുക്കി പറയുന്നതാണല്ലോ, അങ്ങനെയൊന്നും അല്ല അത്. ഇങ്ങനത്തെ പരീക്ഷണമാണെങ്കിൽ നമ്മൾ എത്ര പരീക്ഷണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ലേണിംഗ് തിയറീസിൽ, ബിഹേവിയർ തിയറീസിലൊക്കെ ഒരുപാട് പരീക്ഷണം നടത്തിയവരെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ അതൊക്കെ എന്താണ് അങ്ങനെ ക്ലാസ് കണ്ടീഷനിങ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മനസ്സിനെ എങ്ങനെ കണ്ടീഷനിങ് ചെയ്യാം, കുട്ടികളുടെ മനസ്സ് എങ്ങനെ കണ്ടീഷനിങ് ചെയ്യാം എന്നൊരു തിയറിയിലേക്കാണ് നമ്മൾ അവസാനം അതിന്റെ റിസൾട്ടിൽ എത്തിച്ചേരുന്നത്. അതൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല, ഞാൻ പറഞ്ഞു തന്നേ. ഓക്കെ, അപ്പൊ അതിൽ റോൾ ഓഫ് ദ ടീച്ചർ വരുന്നുണ്ട്, അങ്ങനെ കാര്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞു തന്നുള്ളൂ. അപ്പൊ നമ്മൾ ആരെ പറഞ്ഞത്? തൊണ്ടേക്കിനെ കുറിച്ചാണ് പറഞ്ഞല്ലേ. തൊണ്ടേക്കിന്റെ പൂച്ച, തൊണ്ടേക്ക് പരീക്ഷണം നടത്തിയപ്പോ ആരിലാണ്? പൂച്ചയിലാണ്. ഉറച്ചോ? ഇല്ല, നല്ല രസമുണ്ട് കേട്ടിരിക്കാൻ. എന്നോട് നിങ്ങളൊരു കാര്യം ഓർമ്മിപ്പിക്കണോട്ടോ. എറിക് ചേർസന്റെ ഒരു തിയറി നമ്മൾ പഠിപ്പിച്ചു തരാനേ പറഞ്ഞിട്ട് ഞാൻ പഠിപ്പിച്ചിട്ടില്ല നിങ്ങളെ. ഒരു 8 സ്റ്റേജിലായില്ലേ, ഓർക്കുന്നുണ്ടോ? ഉണ്ട്. അതൊന്ന് അടുത്ത ക്ലാസ്സിൽ വരുമ്പോ എന്നെ ഓർമ്മിപ്പിക്കണം കേട്ടോ. ഓക്കെ സർ. എന്താണ് ഒന്നുകൂടി പറയാമോ? ഞാൻ കേട്ടില്ല. എറിക് എച്ച് എറിസന്റെ ഒരു തിയറി ഉണ്ടായിരുന്നു, അത് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരാൻ പറഞ്ഞിരുന്നു, പഠിപ്പിച്ചിട്ടില്ല. ഓക്കെ, ആ തിയറി പഠിക്കുമ്പോൾ മനസ്സിലാവും നിങ്ങളിപ്പോ ലൈഫിന്റെ ഏത് സ്റ്റേജിലാണ് നിൽക്കണേന്ന്.
ഏത് സ്റ്റേജ് ആയിട്ടുണ്ടാവും? ആകെ ലൈഫിൽ 8 സ്റ്റേജുള്ളതാണ് അദ്ദേഹം പറയുന്നത് അല്ലെ. നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഒരു 6ാമത്തെ സ്റ്റേജ് ആയിട്ടുണ്ടാവും. അത് നിങ്ങൾക്ക് പഠിക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ. പിന്നെ ആ അദ്ദേഹത്തിന്റെ തിയറിയാണ് ലൈഫ് നിങ്ങളുടെ വളരെ ചുരുങ്ങിപ്പോയ പോലെ നമുക്ക് തോന്നും. ഒന്നും ഇല്ലാന്ന് തോന്നും പിന്നീട് ഇനി അങ്ങോട്ടൊന്നും ഇല്ലാന്ന് തോന്നും അയച്ചേരി. പക്ഷെ തിയറി ആണെന്നുള്ളത് അക്സെപ്റ്റൻസിന് പഠിച്ചാൽ മതി കേട്ടോ. തിയറിയാണ്, പക്ഷെ ലൈഫ് പക്ഷെ അങ്ങനെയാണ്. തിയറി അനുസരിച്ച് സത്യമാണ്, പക്ഷെ അത് കാണുമ്പോൾ ആർക്കൊന്നും തോന്നണ്ട. എനിക്ക് പഠിച്ച സമയത്ത് അയ്യോ ഇത്രയും കഴിഞ്ഞു പോയ ലൈഫ് എനിക്ക് തോന്നിയിട്ടുണ്ടായി പഠിച്ച സമയത്ത്. പക്ഷെ ആ സ്റ്റേജിൽ കൂടെ ഒക്കെ നമ്മൾ കടന്നുപോയി. ഇനിയൊന്നുമില്ല, ഏതാനും ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ എന്നുള്ളൊരു തോന്നലായിപ്പോയി. ഇപ്പൊ നിങ്ങൾക്ക് ആ തിയറി പഠിക്കണമെന്ന് തോന്നണല്ലേ? തോന്നുന്നുണ്ട്. പഠിച്ചുതരാം. സിലബസിലൊന്നുമില്ല, പക്ഷെ നിങ്ങൾക്ക് സൈക്കോളജി ഇപ്പൊ ഞാനല്ലേ പഠിപ്പിച്ചോളൂ, വേറെ ആരും പഠിപ്പിച്ചോ? പിന്നെ ടീച്ചർ പഠിപ്പിച്ചില്ല, ഞങ്ങൾക്ക് യൂട്യൂബ് നോക്കി പഠിക്കാനൊക്കെ അറിയാം അല്ലെ? അല്ല അങ്ങനെയൊന്നുമില്ല, എന്നാലും ടീച്ചർ പറഞ്ഞു തരുമ്പോ അതിന്റെ ഒരു സുഖം വേറെ അല്ലേ. എല്ലാത്തിനും ഓരോ അമരക്കാരൻ വേണല്ലോ. യെസ്. അപ്പൊ 25 എന്താണ് അതങ്ങനെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. സൈൻ ഔട്ട് ഉണ്ടാവല്ലോ. സൈൻ ഔട്ട് ഇല്ലേ? Ready. Good afternoon, Adra Miss. Good afternoon. Good afternoon. And my friends, good afternoon. Good afternoon. Today I have got an opportunity to say sign off. First of all, I would like to say thanks, Adra Miss, for guiding us through an incredible training journey. Thank you, Miss. Thank you very much to my classmates for your comprehension, flexibility, and making our training section so beautiful. Once again, thank you, Adra Miss and friends. Okay, thank you. ആരെങ്കിലും നല്ലൊരു പാട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടോ? പാടാൻ അറിയാമോ ആരെങ്കിലും? മിസ് ഒരു പാട്ട് പാടും. മിസ് പാടി നിങ്ങളുടെ ക്ലാസ് മിസ് പാടിക്കോ, അന്ന് പാടിയതല്ലേ, കുറെ ആയി കേട്ടിട്ട്. ഒന്ന് പാടൂ പ്ലീസ്. ഞങ്ങളെ പാട്ടല്ലേ മിസ് കേൾക്കണേ, ഇന്ന് മിസ്സിന്റെ പാട്ട് ഞങ്ങളൊന്ന് കേട്ടെ. ഞാൻ അന്നൊരു പഴയ പാട്ട് പാടാം. എനിക്ക് പഴയ പാട്ടാണ് ഇഷ്ടം. നിങ്ങൾക്ക് ഒട്ടും പഴയതായിരിക്കും. ഓക്കെ പഴയത് നല്ല രസമുണ്ടാവും. ഞെട്ടിച്ച് കളഞ്ഞു ടീച്ചർ, സൂപ്പർ ആയിട്ടുണ്ട്, സൂപ്പർ. Okay, thank you.
നന്നായിട്ടുണ്ട് മിസ്. ഓക്കെ. ഞാൻ എന്റെ ഒരു കവിത ചൊല്ലട്ടെ മിസ് എങ്കിൽ? പഠിക്കുന്നു. ഓക്കെ. ഞാൻ എഴുതിയൊരു കവിതയാണ്. ഉടയുന്ന ജീവിതങ്ങൾ എന്നാണ് കവിതയുടെ പേര്. കാലചക്രത്തിൽ മെനഞ്ഞെടുക്കുന്നിതാ മൺകലം പോലെ ഉടയുന്ന ജീവിതം. കളിമണ്ണു പോലെയാ സ്നേഹം കുഴച്ചിട്ട് ഉടയാതെടുത്തൊരാ പാത്രത്തിൽ ചിരകാല മോഹങ്ങൾ കെട്ടിവച്ചു. ഒരു വേള അറിയാതെ തെല്ലൊന്നു തട്ടിയാൽ ഉടയുന്നതാണീ ജീവിതങ്ങൾ. കണ്ണീരു ചാലിച്ച സ്വപ്നങ്ങളൊക്കെയും കാച്ചിക്കുറുക്കുന്നു മൺകലത്തിൽ. തട്ടിയും മുട്ടിയും വക്കടർന്നിട്ടും മുട്ടിയുരുമ്മി വിണ്ടുപോയിട്ടും പാഴായ പാത്രങ്ങളൊക്കെയും വ്യർത്ഥജന്മത്തിൻ അവശിഷ്ടമായി എത്രയോ ചൂടേറ്റു പൊള്ളിയെന്നാകിലും ഇത്രയും കാലം കടന്നില്ലേ ജീവിതം. ചിലതുണ്ടു വെറുതെ മെനഞ്ഞുകൂട്ടുന്നു കമ്പോള ദൃഷ്ടിയിൽ ഉടഞ്ഞു തീരാ. തെരുവിന്റെ ഓരത്ത് ഉടയാതിരിപ്പുണ്ട് ഭിക്ഷാടനത്തിന്റെ മൺകലങ്ങൾ. വെറുതെ ഈ ജീവിത പാതയിൽ അന്യോന്യം തർക്കിച്ചുടയുന്ന മൺകലങ്ങൾ. കാലചക്രത്തിൽ മെനഞ്ഞൊരാ ജീവിതം കാലം കടക്കോളം ഉടയാതെ നോക്കണം. താങ്ക് യു. താങ്ക് യു മിസ്. താങ്ക് യു. നല്ല ഭാഷ, നല്ല രൂപം കവിതയ്ക്ക് കേട്ടോ. താങ്ക് യു മിസ്. താങ്ക് യു. കേൾക്കുമ്പോ മനസ്സിലൊരു ഫീൽ ചെയ്യുന്നുണ്ട്, വിഷമം തോന്നുന്ന വരികൾക്ക് കേട്ടോ. അതെ. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് മൺകലം പോലെയാണ്. എപ്പോ വേണേലും ഉടയും. നിമിഷ നേരം കൊണ്ട് ഉടയുന്നതാണ്. പക്ഷെ നമ്മൾ എന്നിട്ടും മനുഷ്യരെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ വഴക്കിട്ടിട്ടും വേഗം ഉടയാൻ വേണ്ടിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതാണ് ഈ ഒരു കവിതയുടെ ഒരു താങ്ക് യു മിസ്. തീർച്ചയായും. താങ്ക് യു മിസ്. താങ്ക് യു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ബൈ. താങ്ക് യു മിസ്.